ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശത്രുക്കളെ പോലും തോൽപ്പിക്കാൻ ഏറ്റവും നല്ല ആയുധമാണ് പുഞ്ചിരി. ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ടിരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഈ ലോക്ക്ഡൗണിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വിചാരിക്കും പോലെ കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക? കിട്ടുന്നത് കൊണ്ട് ലാവിഷായിട്ട് നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാം. എന്തായാലും അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ഇന്ന് ഞാനൊരു 3 സ്പെഷ്യൽ ലോക്ക്ഡൗൺ ലഞ്ച് റെസിപ്പിയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മുട്ട തീയൽ ഉണ്ടാക്കാം. അതിന് നമുക്ക് കുറച്ച് തേങ്ങ വറുക്കേണ്ടതുണ്ട്. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി 2 ചെറിയ ഉള്ളിയും ഒരു 1/4 കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഇത്രയും ഇട്ട് നമുക്ക് സാധാരണ തീയലിന് വറുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് വേണ്ടി വരും. ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കൂട്ടി വയ്ക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിന് ആവശ്യമുണ്ട്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന മസാലക്കൂട്ട്. ഇനി കുരുമുളക് പൊടി വേണം, പക്ഷേ അത് ഞാൻ ലാസ്റ്റിലേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. എൻ്റെ കിച്ചൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. ഇതൊക്കെ കണ്ട് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. എല്ലായിടും മഴയായിരിക്കുമല്ലോ അല്ലേ നിങ്ങളുടെ അവിടെയൊക്കെ? അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം കേട്ടോ. അത്രയും ഫൈനായിട്ട് അരയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റൊരു പാൻ എടുത്തിട്ട് കുറച്ചുകൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലെങ്കിലും വേണം കേട്ടോ, കുറഞ്ഞത്. എന്നിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെറിയ ഉള്ളിയാണ് ഇതിനെടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വലിയ കപ്പ് നിറയെ ഞാൻ ചെറിയ ഉള്ളിയും 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചെറിയ ഉള്ളി ഇതിന് കുറച്ച് ടേസ്റ്റ് കൂട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിനെ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു ടൊമാറ്റോയും കൂടെ ആദ്യമേ ആഡ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്, കുഴപ്പമില്ല. ടൊമാറ്റോയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിലേക ഒരു പുളി രസം വരുന്ന ഒരു സംഭവം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് അരപ്പ് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ച ആ തീയലിൻ്റെ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചത് കേട്ടോ. വെള്ളം ചേർക്കാതെ അരച്ച് കഴിഞ്ഞാൽ നല്ല കളറായിട്ട് നല്ല എണ്ണ തെളിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പോളം വെള്ളം കൂടെ ആഡ് ചെയ്യണം. അത് പിന്നീട് വേണം ചെയ്യാൻ, ആദ്യമേ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഇനി ചെറു ചൂടുവെള്ളം വേണമെങ്കിൽ ഒരു 1.5 കപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ എണ്ണയൊന്ന് തെളിയുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര മുട്ട വേണോ അത്രയും ആഡ് ചെയ്യാം. അത് വേണമെങ്കിൽ 2ആയിട്ട് കീറിയൊക്കെ ഇടാം. ഞാനിങ്ങനെ ഇടയ്ക്ക് വരഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഫുള്ളായിട്ട് ഇടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടത്തീയൽ റെഡി ആയിട്ടുണ്ട്. മീനൊന്നും വേണ്ട, ഈ ഒരു മുട്ടത്തീയൽ മാത്രം മതിയാകും ഉച്ചയ്ക്ക് ലഞ്ച് നല്ല ഗ്രാൻഡായിട്ട് കഴിക്കാം. അപ്പോൾ ശരി, ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി 2 സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരി, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഇനി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക മസാല ഫ്രൈക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടും കട്ട് ചെയ്യാം ഞാൻ, പക്ഷേ ഇത് വലുതായിട്ട് മുഴുവനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ വാല് കഷ്ണം പോകാതെ ഇങ്ങനെ അകത്ത് നിന്ന് കീറി കൊടുക്കുക, ഒരു 4ആയിട്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് മസാല പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വെണ്ടയ്ക്ക മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്.
ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും 3 ചെറിയ ഉള്ളിയും ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മസാല കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി 1 ടീസ്പൂൺ വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, 1 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്തിട്ട് ഇത് മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം ഇതിൽ തേച്ച്. പിന്നെ നിങ്ങൾക്കിത് ചെറിയ ചെറിയ പീസാക്കി വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ മസാല ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചേക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഇത് വലിയ താല്പര്യമില്ല, അതാണ് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക മാത്രം എടുത്തത്. അപ്പോൾ നിങ്ങൾക്കിത് ചെറുതായിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നൈസായിട്ട് ഇടാം. ഞാനിത് ഫുള്ളായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 5-10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് മീനൊക്കെ വറുത്തെടുക്കും പോലെ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം. പക്ഷേ നന്നായിട്ട് മൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ അത് വെന്ത് കിട്ടുകയുള്ളൂ. കാരണം ഫുള്ളായിട്ട് നമ്മൾ ഇട്ടേക്കല്ലേ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മീനില്ലെങ്കിലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന കുറച്ച് കറികളാണ് കേട്ടോ ഇതൊക്കെ. ഇതും തൈരും അല്ലെങ്കിൽ മോരും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം വെണ്ടയ്ക്ക മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കൂടെ, ഒരു ചമ്മന്തി ഇവിടെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ 2 വറ്റൽമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഞാൻ വേറെ ഒരു പച്ചമുളക് കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വറ്റൽമുളക് 2 എടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് തേങ്ങ, ഒരു 1/4 കപ്പോളം തേങ്ങയും, ഇനി വാളൻ പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഈ മുളക്, ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എരിവുള്ള മുളകാണ്, ഇതിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് കാന്താരി മുളകും ഇടാം കേട്ടോ. അതല്ലെങ്കിൽ വറ്റൽമുളക് വേണ്ടി അത് മാത്രമായാലും മതിയാകും. 1 ടീസ്പൂൺ ഓയിൽ നമുക്ക് ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം വറ്റൽമുളകും ഉള്ളിയും അതുപോലെ തന്നെ ഈ ബീട്രൂട്ടും കൂടെ ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കാം. കാരണം ഈ റോ ആയിട്ട് ബീട്രൂട്ട് നമുക്ക് ഇട്ട് ചമ്മന്തി അരച്ചാൽ ചിലർക്ക് ഇഷ്ടമാവില്ല. ഇങ്ങനെയാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റേ അറിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേർ ഈ ചമ്മന്തി നല്ല കളർഫുള്ളായിരിക്കുമ്പോൾ അവർ കഴിച്ചും കൊള്ളും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കി തേങ്ങയും എല്ലാം കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ലാസ്റ്റിലാണ് ഞാൻ പച്ചമുളകൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ അതിൻ്റെ കളർ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കി. ഇനി ഈ പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിനൊരു സ്പെഷ്യൽ മണം കിട്ടുന്ന പച്ചമുളകാണ്. അപ്പോൾ ബീട്രൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് 3 അടിപൊളി റെസിപ്പിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ വിഭവവും നമ്മൾ ഡെയിലി ഉണ്ടാക്കി മടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്പെഷ്യൽ ഐറ്റംസൊക്കെ ദേവ്സ് കുക്കിംഗ് വേൾഡിൽ വരും. അത് നിങ്ങൾ നോക്കി കുക്ക് ചെയ്താൽ 100% ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ 100% ടേസ്റ്റിയാണ് ഈ കറികളൊക്കെ. ശരിക്കും നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഉഷാറാക്കുന്ന കറികളാണിത്. അപ്പോൾ ഈ മുട്ടത്തീയൽ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഈ മുട്ടക്കറി നന്നായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫിഷ് ഇല്ല അല്ലെങ്കിൽ ചിക്കൻ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ കാലത്ത് നമുക്ക് ജീവിക്കണമല്ലോ, എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യൽ കറികളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറന്നു പോരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ദേവ്സ് കുക്കിംഗ് വേൾഡ് കാണുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.